അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 2-3 ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? നമ്മുടെ മാവിൽ ഇത്തിൽ കണി വന്നതാണ് കേട്ടോ. അത് വലുതായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ഓണത്തിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ എന്താ പിള്ളേരുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അവരിപ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്? ഫുള്ള് ബിസിയാണോ? പിള്ളേരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കച്ചറയായിട്ട് ഇരിക്കുകയാണോ? ഒന്ന് പറയാട്ടോ. ഇവിടെ അങ്ങനെ ഭയങ്കര ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ അവരും വലുതായില്ലേ, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കണം. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് വേഗം ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. നിങ്ങളുടെ ഓണവിശേഷങ്ങളും സദ്യയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് കൊണ്ടുവച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടേക്കുള്ള കുഞ്ഞു മാറാലകൾ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തു. പിന്നെ ഞാൻ വേഗം പോയി അടിച്ചു വാരി എടുക്കുകയാണ്. ഇനി എന്താണ് പറയാൻ, ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വ്ളോഗ് ഇടാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോയി പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ മൈജിയിൽ പോയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വേഗം വന്ന് സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഞാനൊരു അന്തം വിട്ട പോലെ നിൽക്കും കേട്ടോ. അതിനി എന്നാ മാറുകയെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ അവർക്ക് ഇനി വേറെ എന്തെങ്കിലും തോന്നിയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് നമ്മളെ മുന്നിലോട്ട് വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഇതല്ലേ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ബാലൻസ് ഫുഡ് ഉണ്ടായിരുന്നു, അതിനൊക്കെ കൊണ്ടുവന്നു. ഇനി ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ സാൻഡ്വിച്ചും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കടലയും പുട്ടുമാണ് കേട്ടോ. പുട്ടും കടലയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെന്താണ് ഇനി എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അയ്യോ എനിക്ക് തന്നെ അറിയുന്നില്ല എന്ത് പറഞ്ഞു കൂട്ടണം എന്നുള്ളത്. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുക്കറൊക്കെ വെച്ചു. ഇനിയിപ്പോൾ വേഗം നമുക്ക് ചിരട്ട പുട്ടുണ്ടാക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കാം. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ടെടുക്കണം കേട്ടോ. നിങ്ങൾ എന്ത് പായസമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സദ്യ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇക്ക വരാൻ കുറച്ച് വൈകും. ഇക്ക വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഒന്ന് തീർക്കാമെന്ന്. പിന്നെ വന്ന ശേഷം ഞാൻ ബാക്കിയുള്ള സദ്യ മേടിക്കാൻ പോലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ സാരി കൊടുത്തിട്ട് നല്ലൊരു പായസമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ സാരി കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസ് എടുത്തു, ലൈവിലിരുന്നു. പിന്നെ എനിക്കൊന്നിനും പറ്റാത്തൊരവസ്ഥ കേട്ടോ. എനിക്ക് വയ്ക്കുന്നേ ഇല്ല. ഇത്രയും കംഫേർട്ട് ഇല്ലാത്തൊരു ഡ്രസ്സ് എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഉടുത്ത് കാണാൻ, സാരി കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഉടുത്തിട്ട് ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഞാൻ നടക്കണ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കോമഡി ആക്കിയിട്ട് കളിയാക്കി ചിരിക്കും. അമ്മാതിരിയാണ് കേട്ടോ നമ്മൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഞാൻ വേഗം വന്ന് കൊണ്ടുവയ്ക്കുകയാണ്. മക്കളിനെ വിളിച്ചു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പിന്നെ നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവിടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി പുട്ടും എടുക്കണം, പിന്നെന്താ കഴിക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. 2 ദിവസം ജിമ്മിൽ ലീവാണ് കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ തിരക്കിൽ ലീവായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ മാത്രമേ പോയുള്ളൂ. മോനിക്ക് തൊണ്ടവേദന, ഇക്കാക്ക് ക്ഷീണം ഒക്കെ ആയിട്ട് ഞാനും അയ്യൻകുട്ടി മാത്രമാണ് കേട്ടോ ഇന്ന് ജിമ്മിലൊക്കെ പോയത്. അതായത് ഈ വീഡിയോ ഇടുന്ന ദിവസം. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ഇന്ന് വേഗം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കരിഞ്ഞു പോയോ? ഇല്ല അല്ലേ, ഇത് കറക്റ്റ് തന്നെ. ഇനി നമ്മൾ ബുൾസൈ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഞാൻ പിന്നെ 2 ഭാഗം വേവിച്ചിട്ടുള്ള ബുൾസൈയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓണം വെക്കേഷന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓണം വെക്കേഷൻ തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, പഠിച്ചവനൊന്ന് പ്ലാൻ ചെയ്യും, അങ്ങനെയാണല്ലോ.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, അവിടെ എന്നെ ഓണത്തിന് വിളിച്ചിട്ടുണ്ട്, വ്ളോഗ് എടുക്കണം, സദ്യ കഴിക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ പ്ലാനിങ്. പിന്നെ ഇത്തിയും അനിയത്തിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ അടുത്ത് തന്നെ എങ്ങോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്തയാണ് അതെല്ലാം പ്ലാൻ ചെയ്യുക. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അതെല്ലാം മിസ്സായിപ്പോയിട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നെക്സ്റ്റ് വെക്കേഷൻ നോക്കാമല്ലേ. ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയൊരു റീസൺ ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ വേഗം വന്നിരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ പാത്രം കഴുകണം, പിന്നെ തുണികൾ തോരിയിടണം, അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വൃത്തിയായിട്ടിരുന്നോട്ടെ, ഓണക്കില്ലേ. അപ്പോഴത്തേക്കാണ് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നത് കേട്ടോ. വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്തു, കറണ്ട് പോവുകയും ചെയ്തു. ഇതിപ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ലൈറ്റൊക്കെ ഓണാക്കുക, ലൈറ്റ് ഫാനും ഒക്കെ ഓണാക്കുക കേട്ടോ. വെളിച്ചത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് മോട്ടർ ഓണാക്കാൻ, മിക്സി ഓണാക്കാൻ, ഗ്രൈൻഡർ ഇതൊന്നും പറ്റില്ല. AC ഓണാക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അത് കാരണം ഞാനിതാ നമ്മുടെ ഫിൽറ്റർ വെള്ളം എടുത്തിട്ടാണ്, കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി കഴിഞ്ഞതും വന്നു കേട്ടോ കറണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരി കഴിഞ്ഞതും കറണ്ട് വന്നു. പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ ഇതാ ഒന്ന് വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, നമ്മളോട് ഇത്താൻ്റെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഈ ഡയറ്റ് ജിമ്മ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ ഒരു അങ്ങനത്തെ വ്ളോഗ് ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഞാനത് പറയുന്നത് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഫിറ്റ്നസിൻ്റെയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മൂക്കുമുട്ട തിന്നും ചെയ്യും, എന്നിട്ട് തടി കുറഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും കോമഡിയൊക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാനങ്ങനെ മൂക്കുമുട്ടയെ തിന്നുന്ന ഒരാളൊന്നല്ല, എൻ്റെ തടിയിൽ അത് കാണും. പൊതുവേ ഈ തടിയുള്ള ആൾക്കാർ ഭയങ്കര വലിച്ചു വാരി തിന്നുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. പലരും അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ ഒരു ധാരണയാണ് കേട്ടോ പണ്ട് മുതലേ ആൾക്കാർക്ക്. മെലിഞ്ഞ ആൾക്കാർ ഒട്ടും കഴിക്കില്ല, പക്ഷെ തടിയുള്ള ആൾക്കാർ വലിച്ചു വാരി കഴിക്കുന്നു. അതൊക്കെ വെറുതെയാണ്. മെലിഞ്ഞ ആൾക്കാർ കഴിക്കുന്നതിൻ്റെ പകുതി പോലും നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കുറേ പേർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, മെലിഞ്ഞിട്ടാണ്. അവൾ ചോറ് കഴിക്കണ കണ്ടിട്ട് ഞാൻ എന്താ വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അതിൻ്റെ പകുതി പോലും കഴിക്കാൻ വയ്ക്കൂല കേട്ടോ. പക്ഷെ നമുക്ക് ഹോർമോൺ പ്രശ്നങ്ങളുണ്ടാവും, PCOD ഉണ്ടാവും, തൈറോയിഡിൻ്റെ ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും പലർക്കും തടി പോവാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത്, അല്ലാണ്ട് വലിച്ചു വാരി തിന്നിട്ടല്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി തുണികളിലേക്ക് ഒന്ന് കൊണ്ടുവച്ചു. അവിടെ വേഗം അടിച്ചു വാരി എടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നായ്ക്കളുടെ ശല്യം ഇപ്പോൾ പക്ക പോയി, നമ്മൾ അവിടുന്ന് നായൊക്കെ പോയി. അതുകൊണ്ട് ഭയങ്കര സമാധാനമായിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നരാടം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കഴുകി വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു തൃപ്തി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തുണികളൊക്കെ എടുക്കുമ്പോൾ കുടഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര പണി കിട്ടുന്നുണ്ട്. ഒരു ദിവസം മോനിക്ക് നല്ല പണി കിട്ടി. കാരണം ടർക്കിയിൽ ഈ കമ്പിളിപ്പുഴു, നമ്മളവിടെ ഓമരപ്പുഴു എന്നൊക്കെ പറയില്ല, അതുണ്ടായിരുന്നു. അവനെ അതറിയാണ്ട് തോർത്തും ചെയ്ത് മേലെയൊക്കെ ഫുള്ള് ചൊറിയും ചെയ്തു. പാവം തോന്നിയിട്ടോ, കിടന്ന് ബുദ്ധിമുട്ടി. ഈ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് അതിനൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളും വേണമെങ്കിൽ തേക്കാം, ഉപ്പും വെളിച്ചെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് സംഭവം. അപ്പോൾ അതെല്ലാം തേച്ചൊരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ അതെല്ലാം വേഗം തേച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നിട്ട് ഞാൻ എപ്പോഴും പിള്ളേരോട് എന്തെടുക്കണേന്ന് നോക്കിയെടുത്തോ. കാരണം നമ്മൾ പെട്ടെന്ന് പണികൾ തീർക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നോക്കലും ഒന്നും ഉണ്ടാവില്ല, കാണലും ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അപ്പം ഞാൻ അവനോട് അത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ ഈ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കമ്പിളിപ്പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്ത്. എന്താണെന്നറിയില്ല, നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? ഓമരപ്പുഴു എന്നാ പറയുക, കമ്പിളിപ്പുഴു എന്നാ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ വേഗം നെക്സ്റ്റ് തുണികളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് സദ്യ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അയൻകുട്ടി റെഡി ആയതിൻ്റെ റീലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സാരി ഉടുത്തതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടവർ ഒന്ന് പറയാട്ടോ. നമ്മൾ നേരെ പോയത് പാലക്കാടിലോട്ടാണ്. ആദ്യം ഇക്കാൻ്റെ ആ ഒരു
സ്റ്റാളൊക്കെ ഇട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബില്ലിങ് ക്ലോസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ അത്തപ്പൂക്കളം കണ്ടത്. ഗസാലിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുത്തു. അവിടുത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സദ്യ മേടിക്കാനാണ് കേട്ടോ. സദ്യ എവിടെ ഉണ്ടായിരുന്നതെന്നുള്ളത് ഞാൻ ഇപ്പം കാണിക്കാം. ഓക്കെ, ഇപ്പം കാണിക്കാം കേട്ടോ. അപ്പോൾ ടൗൺ വഴിയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൗഡ് ഭയങ്കരമായിട്ടൊന്നുമില്ല. തിരുവോണ ദിവസമല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരുവോണം തന്നെ ആയിരുന്നില്ല ഇന്നലെ. അങ്ങനെ നമ്മളിതാ ഇവിടെയാണ് എത്തിയത്. നല്ലോണം ഉണ്ടോണം, അത് അവരുടെ ഒരു ഇതാണ് തോന്നുന്നത്. കണ്ടില്ലേ എവിടെയാന്നുള്ളത്. പേര് ഞാൻ ശരിക്കും പറഞ്ഞ പേര് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ തപ്പിത്തിരഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും ഗംഭീര സദ്യ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിനെ ഈ ഒരു എന്താ പറയുക, ഇവരാണ് പാലക്കാട്ടിൽ ടോപ്പ് ഇൻ ടൗൺ. ഓക്കെ, ഇവരാണ് പാലക്കാട്ടിൽ ഫസ്റ്റ് ഓണത്തിന് സദ്യ എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. 10-20 വർഷം മുന്നേ ആണ് ഇത്ര ഇക്ക പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് ഭയങ്കര നാക്കുളുക്കലുണ്ടില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ മേടിച്ചു വന്നു. 5 സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 പാലട, പിന്നെ പരിപ്പ് പ്രഥമൻ 2 പാക്കറ്റ് എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം പൈസ ആയത് 3200 രൂപയാണ് കേട്ടോ ആയത്. പക്ഷെ വറുത്താണ്, കുഴപ്പമില്ല. എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിലുപരി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി സദ്യ എനിക്ക്. പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം പറഞ്ഞാൽ 2 ദിവസം വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മൈജിയിലോട്ടാണ്. മൈജിയിൽ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ട് പോയതാണ്. 5-ാം തീയതി മറ്റോ ആണ് മൈജി ഫ്യൂച്ചർ ഇവിടെ പാലക്കാട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. അപ്പം നമുക്കൊരു ഇത് മേടിക്കണം, എന്തെന്നറിയോ, സ്റ്റൗ മേടിക്കണം. 3 ബർണറോ 4 ബർണറോ. ഞാൻ കുറേ ആയി അത് മേടിക്കണം ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ പോയപ്പോൾ കണ്ണ് മഞ്ഞടിച്ചു, എന്തെടുക്കണം എന്നറിയില്ല. അവസാനം സ്റ്റൗ മേടിക്കാൻ പോയതുകൊണ്ട് അത് മാത്രം എടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നേരെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. സ്റ്റൗ അവരെടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അതും തൂക്കി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോകണം. പിന്നെ സദ്യ കഴിക്കണം, നല്ലൊരു ഉറക്കം. ഇതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അതിന് ഭയങ്കര വലിയ ഇതൊന്നുമില്ല, വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ ഇന്ന്. എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ ഇതാ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. മൈജി ഫ്യൂച്ചറിനാണ് നമ്മൾ ഇതെല്ലാം എടുത്തത്. കുറേ ഓഫറുണ്ട്, ഇപ്പോഴും ഓഫറുണ്ട്. നമ്മൾ ഇവിടുന്നാണ് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബറിനെ കണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. പക്ഷേ എനിക്ക് ഒരുപാട് പെട്ടെന്ന് നമ്മളൊരാളെ കാണുമ്പോഴുള്ളൊരു അന്താളിപ്പ് ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പോകുമ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മല കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തത്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനോ എന്താ പറയുക, സദ്യ ഇങ്ങനെ നിരത്തി വെച്ച് എല്ലാം കാണിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കുക ഇത് മാത്രം മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. രാത്രി അധികം കഴിക്കാണ്ട് രാവിലെ ഒരുപാട് ഹെവി ആയിട്ട് കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് സദ്യ കഴിക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് സദ്യകളൊക്കെ നിരത്തി വെക്കുകയാണ്. ഇതുപോലത്തെ പാക്ക് ആക്കിയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. എണ്ണി നോക്കിയപ്പം രസം, സാമ്പാർ ഇങ്ങനെയൊക്കെ ഒഴുകിയ ഒരു 10-16 വകയൊക്കെ ഉണ്ടോ മൊത്തത്തിൽ. അങ്ങനെ ഉള്ള പോലെ എനിക്ക് തോന്നിട്ടോ. കറക്റ്റായിട്ട് ഞാൻ എണ്ണീറ്റില്ല. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ എല്ലാം എടുത്ത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ, രസം, അങ്ങനെ പലതും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഞാൻ വിളമ്പിയതൊക്കെ ശരിയാണോ എന്ന് അറിയില്ല കേട്ടോ. ഉപ്പും ഒക്കെ വിളമ്പിയിട്ടുണ്ട്, അച്ചാറൊക്കെ. പിന്നെ രസം, തൈര്, സാമ്പാർ ഇതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലടയും കിട്ടുന്നുണ്ട്, നമ്മുടെ പരിപ്പ് പ്രഥമനും കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. അതിനുശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ താത്ത എനിക്കൊരു ബോക്സിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ കാണുന്നവർക്കും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ എന്താ പറയുക, കണ്ടെയ്നർ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ സ്പൂൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്കൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ലിങ്ക് ഇല്ല. ഓക്കെ, അതാണ് കേട്ടോ.
പൊതുവേ അവൾ എന്ത് സെലക്ട് ചെയ്ത് തന്നാലും അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ സെലക്ഷൻ മൊത്തം. പിന്നെ എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലൈവിൽ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് വീഡിയോയിലുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ സാരിയൊക്കെ എടുത്ത റീലിൽ ഒക്കെ ഉണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഇതിൻ്റെ ലിങ്ക് ഒന്നും ഇല്ല കേട്ടോ, ചോദിച്ചിട്ട് കാര്യമില്ല, വീണ്ടും പറയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയും FBയും യൂട്യൂബൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാലയും ഈ വളയും ഒക്കെ ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിള്ളേർ പുറത്ത് ഭയങ്കര കളിയാണ്, അതിൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ നോയ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫുൾ കളിയിലാണ്. എനിക്ക് വള ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കയ്യിലിട്ട് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായിച്ചോ ഒന്ന് പറ. മൈലാഞ്ചിൻ്റെ ഇടയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഇതാ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്. मम्मी तटिया तो